ബ്രിക്സ് രാജ്യങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ് റഷ്യ നിൽക്കുന്നത്. റഷ്യ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഇറാന്റെ പിന്തുണയോടെ നടത്താൻ പറ്റുന്നു എന്നതിലാണ് പുടിന്റെ വിജയ സാമർഥ്യം. റഷ്യയെ സംബന്ധിച്ചിടത്തോളം നാറ്റോ രാജ്യങ്ങൾക്ക് പണി കൊടുക്കുക, അതോടൊപ്പം GCC രാജ്യങ്ങളുമായി ഒരു പുതിയ കരാർ ഉണ്ടാക്കുക. അത് ഭാവിയിൽ അമേരിക്കയ്ക്ക് വലിയ ദോഷമായി മാറും എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് ആ കരാറിന്റെ ഡ്രാഫ്റ്റിംഗ് പോയിരിക്കുന്നത്. റഷ്യയെ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന രാജ്യം അമേരിക്ക തന്നെയാണ്. കാരണം അമേരിക്ക സോവിയറ്റ് യൂണിയനെ തകർത്ത് ഇന്ന് നാശോന്മുഖമാക്കി എന്ന് ഊറിച്ചിരിക്കുമ്പോഴും റഷ്യ തിരികെ ആ സോവിയറ്റ് യൂണിയന്റെ ശക്തിയും പ്രൗഢിയും പ്രതാപവും വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം പുടിന്റെ ഭാഗത്തു നിന്നും പല രീതിയിൽ വരുന്നുണ്ട്. റഷ്യ ഒരു കാലത്തും ട്രംപ് ഭരണത്തിൽ ഇരുന്ന ഒരു കാലത്തും അറ്റാക്ക് ചെയ്തിട്ടില്ല, മറ്റു രാജ്യങ്ങളെ അനക്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഡയലോഗ് അടിക്കുന്നത്. എന്നാൽ ട്രംപ് മനസ്സിലാക്കേണ്ടത് അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് റഷ്യയുടെ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിനുമായി നടത്തിയ സംഭാഷണം എങ്ങും എത്താതെ പോവുകയും ഒടുവിൽ കാലിച്ചായയും കുടിച്ച് സ്ഥലം വിടേണ്ട അവസ്ഥ ട്രംപിന് ഉണ്ടാക്കി കൊടുത്തു. ഗതികേടാണ് ഇപ്പോൾ ട്രംപിന്. വാർദ്ധക്യത്തിന്റെ ജരാനരകൾ ഏറ്റുവാങ്ങി ട്രംപ് ഇച്ചിമ്പയും പുലമ്പുമ്പോൾ ട്രംപ് വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തുന്നില്ല എന്നതിൽ മാത്രമല്ല, സ്വന്തം രാജ്യത്തെ ജനത ഒന്നടങ്കം കൈവയ്ക്കുമോ എന്ന ഭയം പോലും അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. 2036 വരെ പരമാധികാരം കൂട്ടി ഉറപ്പിച്ചിരിക്കുന്ന വ്ളാഡിമിർ പുടിൻ എവിടെ കിടക്കുന്നു? ഏത് നിമിഷവും കസേര ഇളകാവുന്ന ട്രംപ് എന്ന ബിസിനസ്സുകാരൻ എവിടെ കിടക്കുന്നു? ട്രംപ് ഇനി എന്തെല്ലാം കണ്ടറിയാൻ ഇരിക്കുന്നു? അമേരിക്കയിൽ ഭരണമാറ്റം ഉണ്ടാകും, ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകും. ഈ രീതിയിലാണ് വളരെ വ്യക്തമായി റഷ്യയും മറ്റു രാജ്യങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ ന്യൂസ് പ്രചരിപ്പിക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, ഇത്തരത്തിലുള്ള വാർത്തകൾ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരം നേടിക്കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ട്രംപിന്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുകയും അമേരിക്കയിൽ റെജീം ചേഞ്ച് ഉണ്ടാവുകയും ചെയ്താൽ എന്തൊരു നാണക്കേടാണ്. ആർക്കെതിരെയാണോ എന്തിനു വേണ്ടിയാണോ പോരാടിയത് അത് ബൂമറാങ് പോലെ തിരിച്ചടിക്കുന്ന ഒരവസ്ഥ ഓർത്തു നോക്കണേ. എന്തൊരു ഗതികേടാണ് ഈ മനുഷ്യനുണ്ടായിരിക്കുന്നത്. ഇസ്രായേലിയായ ബെഞ്ചമിൻ നെതന്യാഹുവുമായി നാട് വിടേണ്ട സ്ഥിതിയാണ്. ഏതെങ്കിലും അമേരിക്കയിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയി ഏതെങ്കിലും ബങ്കറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒളിത്താവളോ ഉണ്ടെങ്കിൽ ശിഷ്ടജീവിതം ഒളിച്ചിരിക്കാം. അങ്ങനെയെങ്കിൽ ചൈനയുടെ റഡാർ സംവിധാനമോ റഷ്യയുടെ ചാര പ്രവർത്തനമോ അല്ലെങ്കിൽ ഇറാന്റെ സംവിധാനങ്ങളോ ഒന്നും എത്തപ്പെടാത്ത രീതിയിലേക്ക് ഇനിയുള്ള കാലം ഒളിച്ചിരിക്കാൻ വേണ്ടിയാണോ ട്രംപും നെതന്യാഹുവും തയ്യാറെടുക്കുന്നത് എന്നാണ് മാധ്യമങ്ങളിൽ പ്രധാനമായി വരുന്ന ചോദ്യം. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം കലുഷിതമാകുമ്പോൾ റഷ്യക്ക് കൃത്യമായി മുതലെടുക്കാൻ അറിയാം. കാരണം റഷ്യ കാത്തിരിക്കുകയാണ് ഈ ഒരു അവസരത്തിന് വേണ്ടി. ഈ ഒരു അവസരം ഒരുക്കി കൊടുത്തത് ഇറാന്റെ അസാമാന്യ പോരാട്ട വീര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇറാനെ വീണ്ടും വീണ്ടും റഷ്യ ചേർത്ത് പിടിക്കുന്നത്.